ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 33.35 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 23,900 ലെവലിൻ്റെ താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 23,880.35 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നലെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നലെ മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. അപ്പോൾ ഇതൊരു 4 ഡേ വീക്ക് കൂടിയാണ്. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ ഇന്നാണ് സെൻസെക്സ് എക്സ്പയറി. അപ്പോൾ 23,900 ലെവൽ, 23,870 ലെവൽ, 23,870 ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 23,900 അല്ലെങ്കിൽ 23,950 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 170 ആണ്. 23,950 അതുപോലെ തന്നെ 24,000 ട്രേഡിംഗ് അറൗണ്ട് 150-160 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസാണ്. കോൾ സൈഡ് വരുന്നത്. പുട്ട് സൈഡും 23,900 പുട്ട് ഓപ്ഷനും 23,950 പുട്ട് ഓപ്ഷനുമാണ് പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് വരുന്നത്. നല്ലൊരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാം. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 33.35 പോയിൻറ്റ്സിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. അത് ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. $24,000 റീടെസ്റ്റ് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം മാത്രമേ സെൽ സൈഡ് ചാൻസസ് ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്യണം. 23,870 അറൗണ്ട് ടു 23,870 ലെവൽ. 23,869.65 ആണ് ഇതുവരെയുള്ള ഡേ ലോ. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷറാണ് വരുന്നതെങ്കിൽ 24,000 ആണ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലെവൽസിനിടയിൽ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ട്രേഡ്സ് അവോയ്ഡ് ചെയ്യാം. ഒരു ബ്രേക്കൗട്ട്, ഈ ഒരു ക്ലോസിംഗ് ലെവലിൽ ഒരു ബ്രേക്കൗട്ട് വരികയാണ്, പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിൽ ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 24,000 ലെവലിലേക്കൊരു ബൈ എൻട്രി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു ബൈയിങ് പ്രഷറാണ് കാണുന്നത്. നോക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 23,950.
യെസ്, 2 ലോട്ട് എൻട്രി ആണ് നമ്മൾ 152 ഓൾമോസ്റ്റ് 152 23,950 കോൾ ഓപ്ഷൻ എൻട്രി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഡേലോ റീടെസ്റ്റ് ചെയ്തു. ഡേലോ വന്നതിന് ശേഷം ഡേലോ റീടെസ്റ്റ് കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷർ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 150 to 175 ആണ് ഞാൻ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട് അതിന് ഇടയിൽ. ഇപ്പം 160 ലെവലും 165 ലെവലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഒരു 21 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇട്ട് വെക്കാം എന്തായാലും. 120 130 ആണ് സ്റ്റോപ്പ് ലോസ്. യെസ്, 150 to 22 പോയിൻറ്റ്സ് വരുന്നുണ്ട്. 2 ലോട്ട്സ് 2.8K റിസ്ക് ഉണ്ട് അതിനകത്ത്. എന്തായാലും ആ ഒരു റിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു റിസ്ക് വെക്കാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് 100ലേക്കോ അല്ലെങ്കിൽ ഒരു 90ലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ആ ഒരു റിസ്ക് ഇപ്പോൾ എടുക്കണ്ട. ഇപ്പോൾ എന്തായാലും 155 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 55, 65, 75 പറയുമ്പോൾ ഒരു റൗണ്ട് ഫിഗേഴ്സ് ആയിട്ട് തോന്നും, പക്ഷേ അത് റെസിസ്റ്റൻസ് ലെവൽ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. നമുക്കൊന്നും അതിൽ കാണിക്കുന്നത് എന്താണോ നമുക്കത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. അത് ചിലപ്പോൾ റൗണ്ട് ഫിഗേഴ്സ് ആയിരിക്കും, റൗണ്ട് ഫിഗേഴ്സ് അല്ലാതായിരിക്കും. അത് നമ്മൾ ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. 175 ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നേരത്തെ 165 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യണം. ഡേലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഡേലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എക്സിറ്റ് ചെയ്യേണ്ടി വരും. എഗെയിൻ നമ്മളൊരു റിസ്കി ട്രേഡാണ് എന്തായാലും. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 1K ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ലോട്ട്സ് 152 ആവറേജ് പ്രൈസ് 23,950 കോൾ ഓപ്ഷനാണ്. നോക്കാം എന്തായാലും. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. 55 ലെവലിലേക്ക് എത്തി. ഒരു റീടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ കൃത്യം സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റിയത് കൊണ്ട് നമുക്ക് ആ ഒരു ഡേലോ ഇവിടെ കാണാം. ഡേയ്സ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് 132.05 ആണ് ഡേലോ വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 131 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 155 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സപ്പോർട്ട് ലെവലിലേക്ക് പോയി അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 160 ആയി. 165 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. നമുക്ക് 75 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഡേലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷൻ. ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് 65 സ്ക്വയർ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. ഓർഡേഴ്സിൽ മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡേലോയിലേക്കാണ് പുട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടി സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു പുൾ ബാക്ക് 145 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെ വന്ന് ഒരു പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് അത് തിരിച്ചു കയറിയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ബ്രേക്ക് ഔട്ട് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 165 ഒരു സേഫ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 155 വന്നു, 55 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. 65 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ്. 75 നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 55, 65, 75 ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. റിവൈസ് ചെയ്യാനായിട്ട് 165 ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റിവൈസ് ചെയ്യാൻ പറ്റാത്തത്.
എന്തായാലും നോക്കാം. യെസ് 158 വന്നിട്ടുണ്ട്. യെസ് നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. യെസ് 1.8K പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു ചെറിയൊരു ബഫർ കൂടി വെക്കേണ്ടതാണ്. നമ്മൾ ഡേലോ 135 ലെവൽ, അതായത് 136 ലെവലായിരുന്നു. അപ്പോൾ 130 വെച്ചത് കുറച്ച് വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്കിവിടെ ഓപ്ഷൻ ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യാം. 23,950 ഇവിടെ ഓപ്ഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഡേലോ വന്നിട്ടുള്ളത്, ഫസ്റ്റ് 5 മിനിറ്റ്സിലാണ് ഡേലോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ 130 ഇവിടെ കാണാം. 130 ലെവൽ ഓൾമോസ്റ്റ് വരികയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും 165 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പുൾ ബാക്ക് മേ ബി നേരത്തെ ഒരു സപ്പോർട്ട് ലെവലായിട്ടുള്ള 145 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു 175 ലെവൽ അല്ലെങ്കിൽ ഡേ ഹൈ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലാണ് റീടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. മേ ബി അത് ഹിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു 5 to 10 പോയിൻറ്റ്സ് കൂടി ഒരു ബഫർ വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനൊരു 5 പോയിൻറ്റ്സ് വന്നിട്ട് 136 130 വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് ഹിറ്റ് ചെയ്യാതെ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ സാധിച്ചു. പക്ഷേ നെക്സ്റ്റ് ടൈം അത് നമ്മളൊരു 10 പോയിൻറ്റ്സിൻ്റെ ഒരു ഇത് കൂടി വെക്കണം. അല്ലെങ്കിൽ ഡേ ലോന്ന് എൻട്രി എടുക്കാനുള്ളൊരു പ്ലാനിങ് നമ്മൾ ചെയ്യണം. 150 നമ്മൾ എടുത്ത എൻട്രി 140 അല്ലെങ്കിൽ 40 ലെവലിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 10 പോയിൻറ്റ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എനിഹൗ നമ്മൾ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റിൽ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ കൃത്യമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവലെന്ന് ഒരു പുൾ ബാക്ക് വന്നപ്പോൾ നമ്മൾ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ, ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അതിനുശേഷം ഡേലോ ലെവലിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു അപ്പ് മൂവ് വന്നിട്ടുള്ളത്. എന്തായാലും 165 ആണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് 165 കൃത്യമായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്ത് ബുക്ക് ചെയ്തതുകൊണ്ടാണ് ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 1.8K പ്രോഫിറ്റാണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു പ്രോഫിറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു 145 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഒരു അപ്പ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ കാണാം മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ തുടർന്ന് വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സ് ആയിട്ടും കമൻസിലൂടെയും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.